രതിനിർവേദം 1978 ഇറങ്ങിയ സിനിമയാണ് കേട്ടോ. പുതിയ രതിനിർവേദത്തിനെ കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ട ആവശ്യമില്ല. കാരണം അത് അത്ര ബെറ്റർ സിനിമയല്ല. ഒരിക്കലും ഈ സിനിമയോട് നീതി പുലർത്തിയിട്ടുമില്ല. വികലമായൊരു റീമേക്ക് അത്രേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ പഴയ രതിനിർവേദം അങ്ങനെയല്ല. അതിനൊരു സ്റ്റോറി ഉണ്ട്. ആ സ്റ്റോറി മേക്ക് ചെയ്ത് വെച്ച രീതിയുണ്ട്. മേക്കിംഗ് വൈസ് പറയുകയാണെങ്കിൽ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മളെ ഭരതനാണ്. ലെജൻഡറി ഭരതൻ. അദ്ദേഹത്തിൻ്റെ സിനിമ മേക്കിംഗ് സ്റ്റൈലും അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ ഒരു ലൈന് നിങ്ങൾക്ക് അറിയുന്നവരാണെങ്കിൽ ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിൻ്റെ നായികമാരെ പ്രസൻറ്റ് ചെയ്യുന്നൊരു രീതിയുണ്ട്. അതുപോലെ അദ്ദേഹത്തിൻ്റെ നായകന്മാരെ പ്രസൻറ്റ് ചെയ്യുന്നൊരു രീതിയുണ്ട്. പിന്നെ ഈ സിനിമയുടെ സ്റ്റോറി എഴുതിയിരിക്കുന്നത് പത്മരാജനാണ്. അദ്ദേഹത്തിൻ്റെ സ്റ്റോറി ടെല്ലിങ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമേ ഇല്ല. അത്രയും കൾട്ട് ക്ലാസിക് സ്റ്റൈലിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു എഴുത്ത്. അദ്ദേഹത്തിൻ്റെ ഓരോ വരികളും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓരോ സ്റ്റോറിയിൽ വരുന്ന ഭാഗങ്ങളും അത്രയും ഡീറ്റെയിലിങ്ങും അത്രയും രസകരമായിരിക്കും. അത് ഈ സിനിമയിൽ ഉടനീളമുണ്ട്. പിന്നെ ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു എറോട്ടിക് ഫിലിമാണ്. മലയാളത്തിൽ വന്ന എറോട്ടിക് സിനിമകളുടെ കൂട്ടത്തിലുള്ളൊരു സിനിമയാണിത്. പക്ഷേ വൺ ഓഫ് ദി ബെസ്റ്റ് എറോട്ടിക് ഫിലിം ഇൻ മലയാള സിനിമ, അതും പറയാലോ. കാരണം ഈ സിനിമയിലെ കഥ എന്ന് പറയുന്നത് ഒരു ബാല്യക്കാരനായ പയ്യൻ അവൻ്റെ അയൽവാസിയായ ചേച്ചിയോട് തോന്നുന്ന കാമാസക്തിയും പ്രണയവുമാണ്. അത് കാമാസക്തിയിൽ നിന്ന് എങ്ങനെ അത് പ്രണയമായി മാറുന്നു, എന്തായി അവസാനം എന്നുള്ളതാണ് സിനിമയുടെ കഥ. സിനിമയിൽ അഭിനയിച്ചവരെ പറ്റി പറയുകയാണെങ്കിൽ കൃഷ്ണചന്ദ്രൻ, ജയഭാരതി, സോമൻ, KPSC ലളിത, കവിയൂർ പൊന്നമ്മ, അടൂർ ബാസി, ബഹദൂർ എന്നിവരൊക്കെയാണ്. ആക്ട്രസ് മീന ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഈ സിനിമയുടെ സ്റ്റോറി ടെല്ലിങ്ങിനെ കുറിച്ചൊക്കെ നിങ്ങൾ ഈ പുതിയത് കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ കഥ എന്താണെന്ന് അറിയാൻ കഴിയും. പക്ഷേ ഈ സിനിമയ്ക്ക് ആ സിനിമയ്ക്ക് നമ്മുടെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ സീൻ ബൈ സീൻ ഒരു കോപ്പിയടി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ആ സിനിമ. കാരണം ഇതിനോടൊരു പൊടി നീതി പുലർത്തിയിട്ടില്ല എന്നുള്ളത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം. ഈ സിനിമയിൽ എക്സ്പോസ് ചെയ്യുന്ന പല രംഗങ്ങളും ആ സിനിമയുടെ ഒരു ടോണുണ്ട്. അതായത് ഈ സിനിമ നമ്മളോട് പറയാൻ ശ്രമിക്കുന്ന ഒരു വിഷയമുണ്ട്. അത് 100% നമുക്ക് കൺവേ ചെയ്തും കൊണ്ടാണ്. പക്ഷെ മറ്റേതിൽ അങ്ങനെയായിരുന്നില്ല. മറ്റേ സിനിമയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൽ അവർ എക്സ്പോസ് ചെയ്യാൻ വേണ്ടി മാത്രം കാണിച്ച കുറേ രംഗങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. പക്ഷേ ഈ സിനിമ അങ്ങനെയല്ല. വളരെ മികച്ച രീതിയിൽ തന്നെ മേക്ക് ചെയ്തൊരു സിനിമയായിരുന്നു. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കാണാത്തവരാണെങ്കിൽ എന്തായാലും ഈ സിനിമ ഒന്ന് കണ്ടു നോക്കുക. നല്ല സിനിമയാണ്. 18+ ആണ് കേട്ടോ, അതും കൂടി ഓർക്കുക.